തൃണമൂൽ കോൺഗ്രസ് ഇനി ഉണ്ടാകില്ല. അത് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിലെ എംപിമാർ ഭൂരിഭാഗവും BJPയുടെ സഖ്യകക്ഷിയായി ചേരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതിൽ MLA-മാർ പലരും പല വഴിക്ക് പോകുന്നു. താറുമാറായി അവശേഷിക്കുകയാണ്. മമതാ ബാനർജി അടക്കമുള്ളവർ കോൺഗ്രസിൽ ചേരാനുള്ള ആഗ്രഹവും അതുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനമെടുക്കാനുള്ള സാവകാശവും നേതൃത്വത്തോട് ആവശ്യപ്പെടും. എന്നാൽ കോൺഗ്രസിന് ആവശ്യം 71-കാരിയായ മമതാ ബാനർജി അല്ല, ചുറുചുറുക്കുള്ള, പാർട്ടിയെ അടിത്തറ ഭദ്രമാക്കാൻ ശേഷിയുള്ള, പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ തൃണമൂലിന് കിട്ടുന്ന പോലെയുള്ള വോട്ട് കോൺഗ്രസിലേക്ക് എൻ ബ്ലോക്ക് ആക്കി മാറ്റാൻ MP-മാരെയും MLA-മാരെയും സൃഷ്ടിച്ചെടുക്കാൻ കെൽപ്പുള്ള രീതിയിലുള്ള ഒരു നേതൃത്വമാണ് കോൺഗ്രസിന് ബംഗാളിൽ ആവശ്യം. സൈനി ഘോഷിനെ പോലെ, മഹുവ മൊയ്ത്രയെ പോലെ ഉള്ള യുവാക്കളായിട്ടുള്ള, പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി മധ്യവയസ്സിൽ നിൽക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ, MP-മാരായിട്ടുള്ള ജനപ്രതിനിധികളായിട്ടുള്ളവരെയും MLA-മാരായിട്ടുള്ളവരെയും ഒക്കെ കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട്. അത്തരത്തിൽ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സേഫ് സോൺ മാത്രമാണ്. അവരുടെ ജീവൻ അപകടം പറ്റാതിരിക്കാൻ, അതല്ലെങ്കിൽ അവരെ പല കേസുകളിൽ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷ തേടാനൊക്കെ അവർ കണ്ടെടുത്ത ഒരേ ഒരു വഴിയാണ്. ഇനി അവർക്ക് രാഷ്ട്രീയപരമായി ഈ ബംഗാളിൽ നിന്നും ഒരു നേട്ടവും കൊയ്തെടുക്കാൻ അവർക്ക് കഴിയില്ല. ഇനി ഒരു MP ആകാനോ അതല്ലെങ്കിൽ മന്ത്രിയാകാനോ ഒന്നും അവർക്ക് കഴിയില്ല. ക്യാബിനറ്റിന്റെ ഭാഗമായി അവർ NDA-യുടെ കൂടെ മുമ്പ് കേന്ദ്രമന്ത്രിയായിട്ടുള്ളവരാണ്. അവർ പക്ഷെ ബംഗാളിൽ ഒന്നുമല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ കമ്മ്യൂണിസം വീണ്ടും വളരുമോ എന്നുള്ള വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോൾ തന്നെ യൂസഫ് പത്താൻ അടക്കം, അതുപോലെ ശത്രുഘ്ൻ സിൻഹ അടക്കമുള്ളവർ മമതയുമായി ആലോചിച്ചതിനു ശേഷം കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവരെല്ലാം കോൺഗ്രസിന്റെ ഭാഗമായി തിരിച്ച് മുന്നണിയുടെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസുമായി കോൺഗ്രസിന് ബന്ധമുണ്ടായിരുന്നു എങ്കിലും 2011 നേട്ടം നേടിയതിനു ശേഷം തൃണമൂൽ കോൺഗ്രസിനെ കരിവേപ്പല പോലെ കളഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ ഇതാ മമതയ്ക്കും അഭിഷേക് ബാനർജിക്കുമൊക്കെ കോൺഗ്രസ് എന്നത് ശ്വാസവായുവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് വിധി വൈപരീത്യം എന്ന് പറയുന്നത്. അത് കാലത്തിന്റെ കാവ്യനീതി എന്നോ ഒക്കെ പറയാം. ബംഗാളിൽ സുവേദു അധികാരി ഭരണത്തിലേറിയതിനു ശേഷം കണക്കുകൾ ഓരോന്നായി നികത്തുകയാണ്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന രീതിയിൽ പകയ്ക്ക് പക തന്നെ, പക വീട്ടുന്ന രാഷ്ട്രീയമാണ് സുവേദു അധികാരിക്ക്. മമതയുടെ കൂട്ടാളികളായിട്ടുള്ള, അവിടെ ബംഗാളിൽ കലാപന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ വലിയ തോതിലുള്ള അക്രമം നടത്തിയ തൃണമൂൽ ഗുണ്ടകളെ ഓരോരുത്തരെയായി കശാപ്പ് ചെയ്യുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഭീകരമാണ് അവിടുത്തെ അന്തരീക്ഷം. സമാധാനക്കേടിന്റെ അങ്ങേയറ്റം. അവിടെയാണ് ബംഗാളിൽ ഇനി കോൺഗ്രസ് തിരിച്ചു വരുമോ എന്നത് പരീക്ഷണാർത്ഥം മഹുവയിലും അതുപോലെ തന്നെ സൈനി ഘോഷിലും യൂസഫ് പത്താനിലും അത്തരത്തിലുള്ളവർക്ക് ചുമതല കൊടുക്കുമോ എന്നുള്ളത് കാണേണ്ടത്. ഏതായാലും അധർ രഞ്ജൻ ചൗധരി ഇതിനെക്കുറിച്ച് ഇതുവരെയും ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളും കോൺഗ്രസ് പ്രാധാന്യത്തോടെ കാത്തിരുന്ന് കാണുകയാണ്.